ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. കർക്കിടക സദ്യയ്ക്കും തുടക്കം കുറിച്ചു. ഓഗസ്റ്റ് 16 വരെയാണ് രാമായണ മാസാചരണം. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ കർക്കിടക സദ്യയ്ക്കും തുടക്കം കുറിച്ചു. കിഴക്കും പടിഞ്ഞാറും ആൽത്തറകളിൽ രാമായണ പാരായണം എല്ലാ ദിവസവും നടക്കും. ഉച്ചയ്ക്ക് 12 മുതൽ 2 വരെ പടിഞ്ഞാറെ ക്ഷേത്ര സന്നിധിയിൽ ആധ്യാത്മിക പ്രഭാഷണം നടക്കും. വൈകിട്ട് ദീപാരാധന, ക്ഷേത്രകലകളുടെ അവതരണം, ശനിയാഴ്ചകളിൽ സ്കൂൾ കുട്ടികളുടെ രാമായണ പ്രഭാഷണ മത്സരങ്ങൾ എന്നിവയും നടക്കും. രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടനം ശാന്തിഗിരി ആശ്രമം സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി നിർവഹിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ രാമായണ മാസത്തിൽ പല തവണകളിൽ വന്ന് സംസാരിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഓരോ വർഷം കടന്നു വരുന്നതോറും ഓരോ ദിവസവും ആളുകളുടെ ബാഹുല്യം കൂടി വരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇവിടെ വരുന്ന ആളുകൾ ഈ പ്രദേശത്ത് നിന്ന് മാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ സമയത്തും വൃശ്ചികത്തിലും ഒക്കെ ഈ അമ്പലത്തിലേക്ക് ഒഴുകിയെത്തുന്നു ആളുകൾ. അത് ഈ അമ്പലത്തിൽ നിന്നും ഓരോ ഭക്തജനങ്ങൾക്കും കിട്ടുന്ന വലിയ ആത്മീയമായ അനുഭവങ്ങൾ കൊണ്ടാണ് എന്ന് പറയുവാൻ സാധിക്കും. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രാജീവ് കടകംപള്ളിയിൽ അധ്യക്ഷത വഹിച്ചു. ഒരു മഹാകാവ്യം എന്നതിനപ്പുറം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എടുത്തു പ്രയോഗിക്കേണ്ട ഒരു മഹാഗ്രന്ഥം കൂടിയാണെന്നുള്ളത് ഈ അവസരത്തിൽ ഓർമ്മിച്ചു പോവുകയാണ്. അങ്ങനെ പറയുവാൻ കാരണം, ഇന്ന് വർദ്ധിച്ചു വരുന്ന നമ്മുടെ കാലഘട്ടത്തിലെ വിപത്തുകളെ ചെറുക്കാൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ വാൽമീകി രാമനെ ഉദ്ധരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചിരുന്നു. ഇന്നത്തെ കാലത്ത് മാതാപിതാക്കളെ ബഹുമാനിക്കാതെ, സഹോദരങ്ങളെ സ്നേഹിക്കാതെ, സമൂഹത്തെ പുച്ഛമായി കരുതുന്ന ഒരു തലമുറ വളർന്നു വരുന്ന കാലഘട്ടത്തിൽ എങ്ങനെയായിരിക്കണം പിതാവിൻ്റെ വാക്ക് നെഞ്ചിലേക്കേണ്ടതെന്നും എങ്ങനെയായിരിക്കണം സ്വന്തം പത്നിയെ സംരക്ഷിക്കേണ്ടതെന്നും സെക്രട്ടറി BS വിനോദ് സ്വാഗതം പറഞ്ഞു. കർക്കിടക 31 ദിവസം ഭാരതത്തിൻ്റെ 2 ഇതിഹാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതിലൊന്നായ അതിൽ കൂടിയാണ് ഈ മാസം കടന്നു പോകുന്നത്. രാമായണത്തിലൂടെ കടന്നു പോകുമ്പോൾ മര്യാദ പുരുഷനായ രാമന്റെ യാത്രയാണ് നമ്മൾ അതിലൂടെ കണ്ടുവരുന്നത്. ആ 30 ദിവസം ആ ഇതിഹാസത്തിലൂടെ, രാമായണത്തിലൂടെ മനുഷ്യൻ എങ്ങനെയാണ് കാലഘട്ടത്തിനനുസരിച്ച് ജീവിച്ചു പോകേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ചേർത്ത് വെച്ചുകൊണ്ടാണ്. മദർ തെരേസ പാലിയേറ്റീവ് കെയർ ചെയർമാൻ PB സത്യദേവൻ, രക്ഷാധികാരി അഡ്വക്കേറ്റ് K ഗോപിനാഥൻ എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തി. ക്ഷേത്ര ഭരണസമിതി വൈസ് പ്രസിഡന്റ് RD പത്മകുമാർ, കാര്യനിർവഹണ സമിതി അംഗങ്ങളായ N രവി, PK വിക്രമൻ, K പത്മകുമാർ, CR കുസുമൻ, പ്രസാദ് മണ്ണാശ്ശേരിൽ, C നന്ദകുമാർ, K പ്രതാപൻ, ഖജാൻജി സാഗർ മക്കാടം എന്നിവർ പങ്കെടുത്തു. രാമായണ മാസാചരണത്തിന്റെ ആദ്യ ദിനം കർക്കിടക സദ്യയ്ക്ക് വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.